എല്ലാവർക്കും സുമൻസ് ഗാലറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മാക്രമേ കയർ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിനു മുൻപ് ചെയ്ത വീഡിയോ കണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് അന്വേഷിച്ചിരുന്നു, എവിടെ നിന്നാണ് ഈ മാക്രമേ കയറുകൾ വാങ്ങിയത്, എന്താണ് ഇതിന് പറയുക എന്നൊക്കെ. അത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞുതരാം. സാധാരണയായി തയ്യൽ സംബന്ധമായ വസ്തുക്കളും എംബ്രോയ്ഡറി, ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് മെറ്റീരിയലുകളെല്ലാം വിൽക്കുന്ന കടകളിലാണ് മാക്രമേ കയറുകളും ലഭിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളായിട്ടുള്ള amazon.com-ലും Etsy സൈറ്റുകളിലെല്ലാം മാക്രമേ കയറുകൾ ലഭ്യമാണ്. ഇവിടെ നിരത്തി വച്ചിട്ടുള്ള മാക്രമേ കയറുകളുടെ റോളെല്ലാം തന്നെ ഞാൻ amazon.com വഴി വാങ്ങിയതാണ്. അതിൻ്റെ എല്ലാം ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ നൽകിയിട്ടുണ്ട്. മാക്രമേ കയറുകളോടുകൂടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ കാണുന്ന കുറേയധികം പദങ്ങളുണ്ട്. കോഡ്, റോപ്പ്, സ്ട്രിങ്, സ്ട്രാൻഡ് എന്നെല്ലാം പറഞ്ഞ്. ഇതെന്തൊക്കെയാണെന്ന് വഴിയെ ഞാൻ വിശദമായി പറയാം. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെയും റീറ്റെയിൽ ഷോപ്പിലൂടെയുള്ള മാക്രമേ കയറുകൾ വാങ്ങിക്കുന്നതിന് മുൻപ് പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലൊന്നാമത്തേത് എന്ത് തരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മാക്രമേ കയർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. രണ്ടാമത്തേത് ഈ മാക്രമേ കയറിൻ്റെ വണ്ണം അഥവാ തിക്നെസ്. മൂന്നാമത്തേത് കയറിനകത്തുള്ള ഇഴകളുടെ എണ്ണം അഥവാ പ്ലൈ ഓർ സ്ട്രാൻഡ് എന്നൊക്കെ പറയും. ഏറ്റവും അവസാനത്തെ കാര്യം ഈ കയറിന് അകത്തെ ഇഴകളെ തമ്മിൽ പിരിച്ചു വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ, അതെങ്ങനെയാണ് ഇഴകളെ തമ്മിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. ഓൺലൈനായി നമ്മൾ മാക്രമേ കയർ അല്ലെങ്കിൽ മാക്രമേ റോപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിന് കൂടെ വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപ് പറഞ്ഞ ഈ 4 കാര്യങ്ങളെയാണ്. ഇത് തന്നെയാണ് എപ്പോഴും നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായി പറയാം. ആദ്യമേ തന്നെ എന്തെല്ലാം തരം മെറ്റീരിയലുകളിൽ മാക്രമേ കയറുകൾ ലഭിക്കുന്നുണ്ടെന്ന് പറയാം. പ്രകൃതിദത്തമായ കോട്ടൺ, ലിനൻ, ജൂട്ട് തുടങ്ങിയ മെറ്റീരിയലുകളും ആർട്ടിഫിഷ്യലായിട്ടുള്ള നൈലോൺ, റയോൺ, പോളിയെസ്റ്റർ തുടങ്ങി നിരവധി വെറൈറ്റിയിൽ മാക്രമേ കയറുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോളുകളെല്ലാം കോട്ടൺ മാക്രമേ റോപ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യലായിട്ടുള്ള നൈലോൺ മാക്രമേ കയർ കൊണ്ടാണ്. വളരെ നേരിയ വണ്ണം കുറഞ്ഞ നൈലോൺ കയർ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് കണ്ടാലറിയാം അതിന് വളരെ ഷൈനിങ് കൂടുതലാണ്. എന്നാൽ കോട്ടൺ മാക്രമേ കയറിന് അത്ര തിളക്കമൊന്നുമില്ല. ഇതുപോലെയുള്ള തിളക്കമുള്ള വണ്ണം കുറഞ്ഞ കയറുകൾ ഉപയോഗിക്കുന്നത് മൈക്രോ മാക്രമേ ക്രാഫ്റ്റ് വർക്കുകളായിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ്, ഇയറിംഗ്, ബ്രേസ്ലെറ്റ്, പേഴ്സൊക്കെ ഉണ്ടാക്കാനാണ്. നമുക്ക് കണ്ടാലറിയാം കോട്ടൺ മാക്രമേ കയറുകൾക്ക് ഇത്ര തന്നെ ഷൈനിങ് ഇല്ല. കോട്ടൺ കയറുകൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് പ്ലാൻ ഹാങ്ങർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കാനാണ്. കൂടാതെ നമ്മൾ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം എപ്പോഴും ഇങ്ങനെ കെട്ടഴിഞ്ഞു പോരുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ് ഹാങ്ങറൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതും ഇത്തരം കയറുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. നേരെ മറിച്ച് കോട്ടൺ മാക്രമേ റോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വാൾ ഹാങ്ങിങ്ങോ പ്ലാന്റ് ഹാങ്ങറൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കെട്ടുകളൊന്നും അഴിഞ്ഞു പോരില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ തിക്നെസ് അനുസരിച്ച് മാക്രമേ കയറുകളെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 വ്യത്യസ്ത തിക്നെസ്സിലുള്ള കയറുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഈ 3 കയറുകൾ വെച്ച് എങ്ങനെയാണ് മാക്രമേ കയറുകളുടെ വണ്ണം അഥവാ തിക്നെസ് കണക്കാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 3 മില്ലിമീറ്റർ വണ്ണമുള്ള കയറാണ് വലത്തേ അറ്റത്തുള്ളത്. നടുക്കുള്ളത് ഗ്രേ കളറിലുള്ള 2.5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ളതും ഏറ്റവും വലത്തേ അറ്റത്തുള്ളത് 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഓഫ് വൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ കളറിലുള്ള മാക്രമേ കയറുകളാണ്. ഇനി ഇതിൻ്റെ തിക്നെസ് എന്നതുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കയറെടുക്കുമ്പോൾ അതിൻ്റെ 2 വശത്ത് നിന്നുള്ള അതിൻ്റെ വീതി അല്ലെങ്കിൽ ഒരു വണ്ണമാണ് തിക്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കയറിൻ്റെ തിക്നെസ് 3 മില്ലിമീറ്റർ ആണ്. ഇനി ഗ്രേ നിറത്തിലുള്ള കയറിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കാം. ഈ ഗ്രേ കളറിലുള്ള കയറ് ഞാൻ ഓർഡർ ചെയ്തത് 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാണ്. പക്ഷേ നമ്മളതിൻ്റെ ശരിക്കുള്ള ഒരു തിക്നെസ് നോക്കുമ്പോൾ
ഒരു 2.5 മില്ലിമീറ്ററിനും 3 മില്ലിമീറ്ററിനും ഇടയിലാണെന്ന് കാണാം. ഇനി ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള കയറ് എന്ന് കണ്ടിട്ടാണ്. ഇനി ഇതിൻ്റെ തിക്നെസ് 5 മില്ലിമീറ്റർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതെ, ഇത് 5 മില്ലിമീറ്റർ തന്നെയാണ് ഈ കയറിൻ്റെ തിക്നെസ്. ശരിക്കും നമ്മൾ കയറിൻ്റെ വണ്ണം അല്ലെങ്കിൽ തിക്നെസ് കണക്കാക്കുന്നത് ഇങ്ങനെ സ്കെയിൽ വെച്ച് നോക്കിയല്ല, വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ്. അതിന് വേണ്ടി നമ്മളാരും ഇപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് ഒന്നും വാങ്ങി വീട്ടിൽ വെക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടാനും സ്കെയിൽ മതി. മാക്രമേ കയറുകളിലുള്ള അടുത്തൊരു കാറ്റഗറിയാണ് ഇതിനകത്തുള്ള ഇഴകൾ അല്ലെങ്കിൽ പ്ലൈ ഓർ സ്ട്രാൻഡ് എന്നൊക്കെ പറയും, അതനുസരിച്ചുള്ള തരംതിരിക്കൽ. ഇത് ഞാൻ മുൻപ് കാണിച്ച 3 മില്ലിമീറ്റർ തിക്നെസ്സുള്ള കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇതിൻ്റെ അറ്റത്ത് നിന്നും ഓരോ ഇഴകളായി വേർതിരിച്ച് നോക്കുമ്പോൾ എത്ര ഇഴകളുണ്ടെന്ന് നോക്കാം. ഇതിനെ വേർതിരിക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് 4 ഇഴകളുണ്ടെന്ന് കണ്ടു. ഈ ഓരോ ഇഴകളും ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ അധികം നൂലുകൾ ചേർത്ത് വെച്ചിട്ടാണെന്നും കാണാം. അപ്പോൾ ഈ കയറ് 3 മില്ലിമീറ്റർ തിക്നെസ്സുള്ള 4 ഇഴകളോടുകൂടി വരുന്ന ഒരു കോട്ടൺ മാക്രമേ റോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ണവും ഇഴകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ 3 മില്ലിമീറ്റർ തിക്നെസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 ഇഴകളെ വരൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ മുൻപ് കാണിച്ച 2.5 മില്ലിമീറ്ററിനും 3 മില്ലിമീറ്ററിനും ഇടയ്ക്ക് വണ്ണമുള്ള കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇതിനകത്ത് എത്ര ഇഴകളുണ്ടെന്നറിയാൻ ഞാനിതിൻ്റെ അറ്റത്തു നിന്നും ഓരോ ഇഴകളെ വേർതിരിച്ച് നോക്കി. 3 ഇഴകളാണുള്ളത്. ഈ കയറ് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തിരുന്നത് 3 മില്ലിമീറ്റർ തിക്നെസ്സും 3 പ്ലൈ കോട്ടൺ മാക്രമേ റോപ്പ് എന്നാണ്. കൂടാതെ ഇതിങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്ത പാറ്റേൺ ആയതുകൊണ്ട് ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ റോപ്പ് എന്നാണ് ഇതിന് പറയുക. ഈ ട്വിസ്റ്റിംഗ് പാറ്റേണിനെ കുറിച്ച് വിശദമായി ഞാൻ വഴിയെ പറയുന്നുണ്ട്. 3 മില്ലിമീറ്ററിൽ താഴെ വണ്ണമുള്ള കയറുകളെ മൈക്രോ മാക്രമേ ക്രാഫ്റ്റുകളായിട്ടുള്ള ജ്വല്ലറി, ബ്രേസ്ലെറ്റ്, കീ ചെയിൻ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ കാണിച്ച 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇതിനകത്ത് എത്ര ഇഴകളുണ്ടെന്ന് നോക്കാം. 3 ഇഴകളാണ് ഈ 5 മില്ലിമീറ്റർ വണ്ണമുള്ള കയറിനകത്തും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊരു 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള 3 പ്ലൈ ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇതിനു മുൻപ് കാണിച്ച കയറുകളെ അപേക്ഷിച്ച് ഇതിന് വണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ ഇഴകളിലുമുള്ള നൂലുകളുടെ എണ്ണവും കൂടുതലാണ്. 3 മുതൽ 5 മില്ലിമീറ്റർ വരെ തിക്നെസ് ഉള്ള കയറുകളാണ് നമ്മൾ പ്ലാന്റ് ഹാങ്ങറും വാൾ ഹാങ്ങിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തെ ഓരോ ഇഴകളെയും എങ്ങനെയാണ് തിരിച്ചു വെച്ചിട്ടുള്ളത് എന്നനുസരിച്ച് ട്വിസ്റ്റഡ്, സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് ബ്രെയ്ഡഡ് എന്നിങ്ങനെ 3 തരം മാക്രമേ കയറുകളുണ്ട്. ഇതിൽ ആദ്യത്തെ ട്വിസ്റ്റഡ് എന്താണെന്ന് പറയാം. നേരത്തെ നമ്മൾ കണ്ടു 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള 3 പ്ലൈ കോട്ടൺ മാക്രമേ കയറാണിത്. ഇതിനകത്തെ ഈ 3 ഇഴകളെയും തമ്മിൽ ഇങ്ങനെ ഒരു പിരിച്ച് വെച്ചിട്ടാണ് അഥവാ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പാറ്റേണാണ് ഈ കയറിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതൊരു 5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള 3 പ്ലൈ ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച 3 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള 4 പ്ലൈ ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ റോപ്പാണ്. ഇതിനകത്ത് 4 ഇഴകളും ഉണ്ട്, പക്ഷേ ഈ കയറിൻ്റെ വണ്ണം 3 മില്ലിമീറ്റർ മാത്രമാണ്. ഈ 4 ഇഴകളെയും തമ്മിൽ പിരിച്ചു വെച്ചിട്ടാണ് ആ കയറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിലുള്ള 2.5 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള കയറ്, ഇതിനകത്ത് 3 ഇഴകളെയും തമ്മിൽ പിരിച്ച് അഥവാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. 3 അതിലധികമോ ഇഴകൾ വരുന്ന മാക്രമേ കയറുകളെയാണ് നമ്മൾ മാക്രമേ റോപ്പ് എന്ന് പറയുന്നത്. ഇഴകളെ തമ്മിൽ പിരിച്ചു വെച്ചിട്ടുള്ള പാറ്റേൺ അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന രണ്ടാമത്തെ വിഭാഗമാണ് സിംഗിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ സിംഗിൾ ട്വിസ്റ്റ്, സിംഗിൾ സ്ട്രിങ് എന്നൊക്കെ പറയുന്ന കോട്ടൺ മാക്രമേ കയറുകൾ. ഈ കയറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇഴകൾ കാണാൻ പറ്റില്ല എന്നതാണ്. ഇതിനകത്തെ നൂലുകളെയെല്ലാം ചേർത്ത് ഒരൊറ്റ ഇഴ അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് ഓർ സ്ട്രിങ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഈ നൂലിഴകളെല്ലാം ചേർത്ത് പേരിനൊന്ന് പിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ലാതെ ഇതിനു മുൻപ് കാണിച്ച പോലെയുള്ള ഭയങ്കരമായ ട്വിസ്റ്റിംഗ് പാറ്റേൺ ഒന്നും ഇതിൽ കാണാനില്ല. ഇത്തരം കയറുകൾക്ക് amazon.com-ലെല്ലാം സെർച്ച് ചെയ്യേണ്ടത് കോട്ടൺ മാക്രമേ സ്ട്രാൻഡ് അല്ലെങ്കിൽ കോട്ടൺ മാക്രമേ സ്ട്രിങ്, അതല്ലെങ്കിൽ സിംഗിൾ ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ സ്ട്രാൻഡ് എന്നാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മെറ്റീരിയലാണ് ഒട്ടുമിക്ക മാക്രമേ ആർട്ടിസ്റ്റുകളും തങ്ങളുടെ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ കയർ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ വാൾ ഹാങ്ങിങ്ങിന് നല്ല ഫിനിഷിംഗ് കിട്ടും എന്ന് മാത്രമല്ല, വാൾ ഹാങ്ങിങ്ങളുടെ അറ്റത്തുള്ള ഫ്രിഞ്ചസ് അഥവാ തൊങ്ങലുകൾ ഉണ്ടാക്കാൻ ഇത്തരം സ്ട്രാൻഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എളുപ്പവുമാണ്. അതേസമയം സിംഗിൾ സ്ട്രാൻഡ് കോട്ടൺ മാക്രമേ റോപ്പുകൾക്കാണ് മറ്റ് കയറുകളെ അപേക്ഷിച്ച് വില കൂടുതലും. ഇനി ഇഴകളെ തമ്മിൽ വിന്യസിച്ചതനുസരിച്ച് ഏറ്റവും അവസാനം വരുന്ന വിഭാഗമാണ് ബ്രെയ്ഡഡ് കോട്ടൺ മാക്രമേ കയറുകൾ. 4ൽ കൂടുതൽ ഇഴകൾ നമുക്കിതിൽ കാണാം. ആ ഇഴകളെല്ലാം ഒരു മുടി പിന്നിയിട്ട പോലെ ഒരു പാറ്റേണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു വച്ചിരിക്കുന്നു. ഇതുവരെ പറഞ്ഞ വിഭാഗം മാക്രമേ കയറുകളിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ അത്ര എളുപ്പം തോന്നാത്ത കയറാണ് ബ്രെയ്ഡഡ് മാക്രമേ കയറുകൾ. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ബ്രെയ്ഡഡ് മാക്രമേ കയറുകളുടെ അറ്റത്തു നിന്നും ഇഴകളെ വേർതിരിച്ചെടുക്കാനുള്ളൊരു പ്രയാസമാണ്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്യുമ്പോഴും അതൊരേ ലെവലിൽ വരാനും അത് കഴിഞ്ഞ് ഇതിൽ നിന്നും തൊങ്ങലുകളോ അല്ലെങ്കിൽ ഫ്രിഞ്ചസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ നൂലിഴകളെയും ഒരേ ലെവലിലാക്കിയെടുക്കാനും പ്രയാസമാണ്. നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ മാക്രമേ സ്ട്രാൻഡ് അല്ലെങ്കിൽ മാക്രമേ സ്ട്രിങ് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സിംഗിൾ സ്ട്രാൻഡ് മാക്രമേ കയറുകൾക്കാണ്. അതുപോലെ മാക്രമേ കോഡ് എന്ന പദം പൊതുവെ ഉപയോഗിക്കുന്നത് 4ൽ കൂടുതൽ ഇഴകളുള്ള ഇതുപോലെയുള്ള ബ്രെയ്ഡഡ് മാക്രമേ കയറുകളെ സൂചിപ്പിക്കാനാണ്. ഇനി ഞാൻ ഈ 3 തരം അഥവാ ട്വിസ്റ്റഡ്, സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് ബ്രെയ്ഡഡ് കയറുകളുടെ അറ്റത്തു നിന്നും ഇഴകളെ തമ്മിൽ വേർതിരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഒരു ചീർപ്പ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സിംഗിൾ സ്ട്രാൻഡ് കോട്ടൺ മാക്രമേ റോപ്പുകളിൽ നിന്നും ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിന് ചീർപ്പ് വേണമെന്നില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ഓരോ ഇഴകളെയും വേർതിരിക്കാവുന്നതാണ്. ഇതിന് വിപരീതമായി ബ്രെയ്ഡഡ് കോട്ടൺ മാക്രമേ റോപ്പുകളുടെ ഇഴകളെ വേർതിരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ട്വിസ്റ്റഡ് കോട്ടൺ മാക്രമേ റോപ്പുകളിൽ നിന്ന് നമുക്ക് ഫ്രിഞ്ചസ് അഥവാ തൊങ്ങലുണ്ടാക്കാം. എന്നാൽ ഇതിനൊരു വേവി അല്ലെങ്കിൽ വളവുകളുള്ളൊരു ഫ്രിഞ്ചസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഒരേ വണ്ണത്തിലുള്ള സിംഗിൾ സ്ട്രാൻഡും ട്വിസ്റ്റഡും കോട്ടൺ മാക്രമേ റോപ്പുകളാണ് ഇവ രണ്ടും. ഇതിൽ സിംഗിൾ സ്ട്രാൻഡിൻ്റെ ഫ്രിഞ്ചസ് വരുന്നത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടാണ്. എന്നാൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈ വെള്ള മാക്രമേ റോപ്പിൻ്റെ ഫ്രിഞ്ചസ് വരുന്നത് കുറച്ച് വേവി പാറ്റേണിലാണ്. ഇത് ഞാൻ മസ്റ്റർഡ് യെല്ലോ നിറത്തിലുള്ള സിംഗിൾ സ്ട്രാൻഡ് കോട്ടൺ മാക്രമേ റോപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ടാസൽസ് ആണ്. ഇത്തരത്തിലുള്ള ടാസൽസ് എല്ലാം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് സിംഗിൾ സ്ട്രാൻഡ് കോട്ടൺ മാക്രമേ റോപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങളൊരു മാക്രമേ കയർ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടാകാവുന്ന സംശയങ്ങൾ, ഏത് മെറ്റീരിയൽ വേണം, അതിൻ്റെ തിക്നെസ് എങ്ങനെ, അതിൻ്റെ പാറ്റേൺ എങ്ങനെ എന്നുള്ള സംശയങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടപ്പോൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.